3 ദശാബ്ദക്കാലത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കുംബ്ലങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ അധ്യാപിക ഗ്ലോറി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വെച്ച് ഗ്ലോറി ടീച്ചറെ പൊന്നാട അണിയിച്ചും മെമന്റോ നൽകിയും ആദരിച്ചു. 3 ദശാബ്ദക്കാലത്തെ സുസ്ഥിർഹ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ അധ്യാപികയും സ്നേഹ പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ ഗ്ലോറിയ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോയി ചക്കാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ കുട്ടിക്ക് വേണ്ടി എന്തോരോ ഓട്ടം ഓടി. അതിനുവേണ്ടി ലൂർദ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ അമൃത ഹോസ്പിറ്റലും ഒക്കെ ഓടിപ്പോയ ആ കാര്യങ്ങളെല്ലാം ഇന്നും ഓർമ്മയിൽ പോകുന്നു. കൂടെ സുരേഷ് ബാബു അവർകളുണ്ട്. ഇതെല്ലാം ചെയ്തു നമ്മൾക്ക് അതിനെ ലഭിച്ചില്ല എങ്കിൽ പോലും അതിന്റെ ഓർമ്മ ഇന്നും നിലനിൽക്കുകയാണ്. ഞാൻ ഓർക്കായിരുന്നു, ഇതുപോലുള്ളൊരു സെന്റ് ഓഫ് പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല. ഒരു കൊല്ലത്തെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സെന്റ് ഓഫ് മീറ്റിങ്ങിന് ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് കാരണവും മറ്റൊന്നുമല്ല, അതുപോലെ ആയിരുന്നു ടീച്ചറിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യം. ഇപ്പൊ സൂസനും ഗ്ലോറി ടീച്ചറും പറയായിരുന്നു, ഈ സ്നേഹ പോൾ ട്രസ്റ്റിന്റെ രൂപീകരണ സമയത്ത് അവര് സഹിച്ച ബുദ്ധിമുട്ടും കേട്ട വിമർശനങ്ങളും ഒക്കെ. അതില് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മാങ്ങയുടെ മാവിലെ ഏറിയിട്ടുള്ളൂ. മാങ്ങയില്ലെങ്കിൽ ആരും വരികയില്ല. ചടങ്ങിൽ വെച്ച് ഗ്ലോറിയ ടീച്ചറെ മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാളും സ്നേഹ പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ വിൻസെന്റ് പി.എൽ, ചാരിറ്റബിൾ ട്രസ്റ്റ് ഖജാൻജി നെൽസൺ കോച്ചേരി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ ടി ജോസ്, N.L. ജെയിംസ്, MP ശിവദത്തൻ, സുരേഷ് ബാബു, ടോജി കോച്ചേരി, വത്സല മേരി ഡിസിൽവ, മോളി ടീച്ചർ, ഗ്ലോറിയ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇനി ഒരുപക്ഷെ ചരിത്രത്തിന് മാറ്റം കുറിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള അധ്യാപകരും പലരും ഒക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് അവരുടെയൊക്കെ പേരുകൾ പലപ്പോഴും എല്ലായിടത്തും അറിയപ്പെടും. കാരണം അതിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം ഗ്ലോറി ടീച്ചർ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പല വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോഴാണ് പല ഫണ്ടുകൾ കളക്ഷനും ഉണ്ടായിട്ടുണ്ടെങ്കിലും സെന്റ് പീറ്റേഴ്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ കേരളത്തിലെ ഒരു സ്ഥലത്തും ഇതുപോലൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നില്ല. മുള്ളേലിരിക്കുന്ന പോലെ, അതാണ് ഈ ദിവസത്തിന്റെ ഒരു പ്രാധാന്യം. മുള്ളേലിരിക്കുന്ന പോലെ ഞങ്ങളെ സംബന്ധിച്ച് രാപ്പകൽ സമരം നടക്കുക. രംഭിശിവ പഴയ അതോ പോയി പെട്ടെങ്കിൽ UDF ചെയർമാനാ ചെല്ലാനത്ത് പോയിട്ട് ഓടിയെത്താന്ന് പക്ഷെ ഇപ്പോഴും വരാം. പക്ഷെ അത്രയും തിരക്കേറിയ സമയത്തും ഇവിടെ വന്ന് ജെയ്സൺ ഉൾപ്പെടെ, ശിവദത്തൻ ഉൾപ്പെടെ, സുരേഷ് ബാബു ഉൾപ്പെടെ, ടോജി ഉൾപ്പെടെ ഇത്രയും പേര് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗ്ലോറി ടീച്ചറിന് നൽകുന്ന വലിയ ഒരു ബഹുമതി. പത്മവിഭൂഷൺ അല്ലെ, പത്മശ്രീ കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറയാം. ഒരു അധ്യാപിക എന്ന നിലയിൽ മാത്രം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതിന്റെ പിന്നില് എന്റെ ഒപ്പം നിന്ന സുരേഷ് ബാബുവിനെ ഒരിക്കൽ കൂടി ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും. ഒരു ട്രസ്റ്റിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, കുമ്പളങ്ങില വിവിധ രാഷ്ട്രീയ പ്രമുഖരാണ് ഈ ട്രസ്റ്റിലുള്ളത്. അവിടെ എല്ലാവരും ഒന്നാണ്, ഒരൊറ്റ സ്നേഹമാണ്, ഒരു കൂട്ടായ്മയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.